ഇപ്പൊ ഒരു കണ്ണാടി നോക്കുകയാണെന്ന് വിചാരിക്കൂ. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി ഉള്ള ഒരു രൂപമാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു മാക്സ്വെൽ ഈ ഒരു ബുക്ക് എഴുതാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സർജനാണ്. ആള് ഒരു മുഖത്ത് മൂക്കിന് ഒരു പാട് വന്നിട്ടുള്ള ഒരാളെ ചികിത്സിക്കാൻ വേണ്ടി ആൾ കൊണ്ടുവന്ന സമയത്ത് അല്ലെ, അദ്ദേഹത്തിന് ആ ഒരു പാടുള്ളത് കൊണ്ട് ആൾക്ക് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് ആൾ വരുന്നത്. ആ ഒരു സ്കാറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പാടിന് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വന്ന് വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് ഫിസിക്കലി വന്നിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കാം, പക്ഷേ മെന്റലി അവർക്ക് ഒരു മാറ്റവും വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതായത് നമ്മൾ കാണുന്ന പുറമേ കാണുന്ന ഒരു രൂപമോ അല്ലെങ്കിൽ ഒന്നും നമ്മളുടെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ ഐഡന്റിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു സെൽഫ് ഇമേജ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പം ഇപ്പൊ ഒരാളുടെ ചിന്ത ഞാൻ വളരെ മെലിഞ്ഞതാണ്, ഞാൻ ഭയങ്കര തടിച്ചതാണ്, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ട്. പക്ഷെ പലരും നമ്മൾ പറയണ കേട്ടിട്ടില്ലേ, ഞാൻ എന്തോരം ഭക്ഷണം കഴിച്ചാലും തടി വെക്കുന്നില്ല, ഞാൻ ഒന്നും കഴിക്കാറില്ല പക്ഷെ തടി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത് നിരന്തരമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആലോചിച്ച് നോക്കും. നമ്മുടെ ഇന്നർ കോറിൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മൾ കുറച്ച് ഓവർ വെയിറ്റ് ആണ് എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചതും, ചിന്തിപ്പിക്കാൻ കാരണമുണ്ട്. ഇത്ര കാലം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസാ കിട്ടിയിട്ടുള്ളത്. നമുക്ക് പലയിടത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു മകൾക്ക് വേണ്ടിയിട്ട് ഒരു കത്തെഴുതി. അറിയാലേ നമുക്ക്, ഇന്ദിര മോൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള കത്തുകളാണ് സത്യത്തിൽ അല്ലെ ഒരു മകളെ ഏത് രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യം എവിടെ നിന്നാ കിട്ടിയത്? ഇൻഫർമേഷൻ, റൈറ്റ് ഇൻഫർമേഷൻ എവിടെ നിന്നാ കിട്ടിയത്? അത് കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള അച്ഛനും അമ്മയും. അപ്പൊ നമുക്കൊക്കെ എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് ആലോചിക്കുക. ഏതൊക്കെ തരത്തിലുള്ള ചുറ്റുപാടിലാണ് നമ്മളൊക്കെ വളർന്നത് എന്ന് നോക്കുക. നമ്മളെ കൺസിഡർ ചെയ്യാനും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനുമുള്ള സാഹചര്യമൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ തെറ്റ് മാത്രമല്ല, പലതും എന്താണ്, നമ്മൾക്ക് വേണ്ടത്ര ലിമിറ്റഡ് ഇൻഫർമേഷൻ, അതിന് പരിധി നിശ്ചയിച്ചിരുന്നു. നമുക്ക് അളവില്ലാത്ത അറിവുകൾ തരാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മളെ ഫോൾസ് ആയിട്ടുള്ളതും അതുപോലെ പരിധിയുള്ളതുമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ സെൽഫ് ഇമേജ് ഇങ്ങനെയായത്. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജിൽ ഇത്ര കാലം കൊണ്ട് നമ്മൾ ചിന്തിച്ച് വെച്ചത്, എന്നെ ചിലരൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ അവരുടെ തോട്ട് എന്താണ്, എന്നെ കാണാൻ കൊള്ളില്ല. ആ കൊള്ളില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് സത്യത്തിൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റാത്തത്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഇന്നർ കോറിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു പിക്ചറാണ്. ആ പിക്ചർ എന്താണെന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് തടിയുണ്ട്, ഓക്കെ ആയിരിക്കാം, പക്ഷെ ആ തടിയല്ല അവരെ മുന്നോട്ട് നയിക്കാൻ തടസ്സപ്പെടുത്തുന്നത് അവരുടെ ചിന്തയാണ്. അവരിനിയിപ്പോ എത്രത്തോളം അങ്ങനെ ഉള്ളിലാതെ സാധനം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ്, ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഓവർ വെയിറ്റ് ആണ് എന്ന്. മനസ്സിലായോ? ഞാൻ ഓവർ വെയിറ്റ് ആണെങ്കിൽ എനിക്ക് എന്താ പറയാ, വെയിറ്റ് ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന ചുറുചുറുക്കോട് ചെയ്യാൻ പറ്റുന്ന, ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്താണ്, വിശക്കുണ്ടാവും, അപ്പൊ ഞാൻ ഫുഡ് കഴിക്കണം, അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ട് ഇരിക്കാം എന്നുള്ളതിന് വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. സെയിം ടൈമിൽ ഇപ്പൊ നമ്മുടെ ഒരു മെലിഞ്ഞ ആളാണെങ്കിൽ അവരുടെ മനസ്സിൽ ഓൾറെഡി എന്താണ്, ഞാൻ മെലിഞ്ഞതാണ് എന്നൊരു ചിന്ത വന്നു. എത്ര കഴിച്ചാലും അവർക്ക് അവരുടെ തോട്ടതാണ്. അപ്പൊ അവരെ കഴിക്കാതിരിക്കാൻ, വിശപ്പില്ലാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ, മനസ്സിലായോ? അതായത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ സെൽഫ് ഇമേജിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ചിന്ത എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് എവിടം വിട്ടു പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിൽ നിന്ന് ഞാൻ തടിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന നിമിഷം തൊട്ട് നമ്മൾക്ക് തടി കുറഞ്ഞ ആളുകൾ ചെയ്യാവുന്ന എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നുള്ളത്. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്നർ കോറിനെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. പലരുടെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ഭയങ്കര ദുഃഖിതനാണ്, ഞാൻ ഭയങ്കര നിരാശനാണ്, ഞാൻ ഭയങ്കര കുറ്റക്കാരനാണ്, ഇങ്ങനെ പല പല നെഗറ്റിവിറ്റികൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലരും, അല്ലെ? ഇതൊക്കെ വികാരങ്ങളാണ്, വെറും സൃഷ്ടികൾ. ഈ വികാരം മാറിക്കൊണ്ടിരിക്കും. ഈ വികാരത്തിനെ നമ്മൾ ഇന്നർ ഐഡന്റിറ്റി ആക്കി വെക്കരുത്. പലരും പറഞ്ഞു ഈ കൂട്ടത്തില് കരയുന്നത്, കരഞ്ഞു തീർക്കണതും ഇതൊക്കെ എന്താണ്, നമ്മുടെ വികാരങ്ങളാണ്. അത് നമ്മുടെ ഇന്നർ ഐഡന്റിറ്റി ആക്കി മാറ്റാണ് നമ്മൾ പലപ്പോഴും. അപ്പൊ നമുക്ക് സങ്കടം വരാനുള്ള സാഹചര്യം നമ്മൾ പിന്നെയും പിന്നെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു ഔട്ടർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. നമ്മൾ അതിൽ നിന്ന് നമ്മളുടെ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന നമ്മളെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ നിരന്തരം നമ്മൾ പറഞ്ഞ് അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒരൊറ്റൊരു ഇത് പറയണം, നിങ്ങൾ ഡയറി പെൻ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു വേര്, ഒരു തണ്ട്, ഒരു ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു ചെറിയ ട്രീ വരയ്ക്കാം. അതായത് ഒരു തടിയിൽ കുറെ വേര്, കുറെ ബ്രാഞ്ച്, അത്രയും മതി നമുക്ക്. ആ ട്രീയിൽ എത്ര വേരുകൾ ഉണ്ടാകും? നമ്മൾ വന്ന വഴിയാണത്, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് കിട്ടണം. ഇപ്പൊ നമുക്ക് മുഴുവനായിട്ട് എഴുതാൻ സമയമില്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വേരിന്റെ ആ ഇതിൽ നമ്മൾ എഴുതേണ്ടത് നമ്മൾ എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ദാരിദ്ര്യമായിരുന്നോ നമ്മളെ ബാധിച്ചിരുന്നത്? നമ്മുടെ കോൺഫിഡൻസിനായിരുന്നോ കുറവുണ്ടായിരുന്നത്? അറിവിനായിരുന്നോ കുറവില്ലായിരുന്നത്? വിദ്യാഭ്യാസത്തിനായിരുന്നോ കുറവുണ്ടായിരുന്നത്? അങ്ങനെ വേര് എന്താന്നുള്ളത്, നമ്മുടെ കുറവുകൾ അവിടെ ഫില്ല് ചെയ്യണം. തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്താണ്,
എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ ഇത്രയാണ്, എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ട്, ഞാനിപ്പോ നിൽക്കുന്ന പൊസിഷൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ അത് അങ്ങനെ. അപ്പൊ ആ ഒരു ഇന്നത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ആ തടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു അവസ്ഥ. അതായത് ഞാൻ നല്ലൊരു കോടീശ്വരിയാകണം, വലിയ ചാരിറ്റി പ്രവർത്തകനാകണം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താ പറയാ ഏറ്റവും അറിയപ്പെടുന്ന ആളാകണം, വലിയ രീതിയിൽ റെസ്പെക്ട് കിട്ടുന്ന ആളാകണം. അപ്പൊ നമ്മുടെ ഒരു എത്ര ബ്രാഞ്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, അത്രയും ബ്രാഞ്ചുകളിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പോ തൽക്കാലം നിങ്ങൾക്ക് ഒരു റൂട്ടും ഒരു ബ്രാഞ്ചും ഇപ്പോഴത്തെ ഒരു ട്രങ്കും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിർത്താം. എന്നിട്ട് നമ്മൾ കണക്ക് കൂട്ടാം. ഈ വേരുകളിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എവിടെ എത്തണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു ട്രങ്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു രൂപം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഉണ്ടല്ലോ, നിങ്ങൾ പലരും പറഞ്ഞു എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതിലേക്ക് എത്താനുള്ള കോൺഫിഡൻസ് ഇല്ല, ആയിട്ടില്ല. ഉണ്ടോ? ആയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ഒരു മാറ്റാണ് നമ്മൾ വേണ്ടത്. അപ്പൊ നിങ്ങളെ ഏതൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾ മനസ്സിന് പ്രയാസം ഉണ്ടായിരുന്നത് എങ്കിൽ അതൊക്കെ നിങ്ങളുടെ വേരുകളിൽ നിങ്ങൾ എഴുതണം. ആ വേര് നമ്മൾക്ക് ഇനി എന്താണ്, അത് അടർത്തി കളയണം നമുക്ക്. കാരണം അതിപ്പോ നമ്മൾ അങ്ങനെ നിന്നും നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പോവാണ്. അപ്പൊ മാറേണ്ടത് നമ്മളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ, മനസ്സിലായോ, വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഒരു വികാരത്തിനും നമ്മളെ അടിമപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. നമ്മൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ. അപ്പൊ നമ്മൾക്കുള്ള കഴിവുകളെ പറ്റി ചിന്തിക്കുക, നമ്മൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ രണ്ടും തിരിച്ചറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പവർ. മനസ്സിലായോ? നമ്മളെ എന്ത് കുറവാണ് എനിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ പവർഫുൾ ആയി, എനിക്കത് നികത്തിയല്ലേ വേണ്ടു. മനസ്സിലായോ? ഒരിക്കലും ഒരാളുടെ വിജയം ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ ബാധിക്കുന്നതല്ല എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ മെന്റൽ സ്ട്രെങ്തിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല? ആലോചിച്ച് നോക്കും. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള പല ആളുകളും ഒരിക്കലും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ നോക്കിക്കൊണ്ടല്ല അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അവർക്കൊക്കെ സ്വന്തത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും എവിടേക്ക് പോകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ അവരെല്ലാം അവരുടെ ജീവിതം മാറി മറിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞത്, ഇന്നർ ഐഡന്റിറ്റി. ഇനി ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ മുഖം, നിങ്ങൾ പല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടാവുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. അതിൽ നമ്മളെ കുറിച്ച് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മുഖം നിങ്ങൾ മനസ്സിൽ കാണാം. എന്നിട്ട് നിങ്ങൾ ആ മനസ്സിൽ കൃത്യമായിട്ട് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന നിങ്ങളുടെ മുഖം നിങ്ങൾ കാണില്ലേ, അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ് എന്നുള്ളത്. നമുക്ക് ഭയങ്കര സ്നേഹമുള്ള നമ്മളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹമുള്ള നമ്മളെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ തന്നെ ഫേസ് ടു ഫേസ് നമ്മൾ പറയാണ്, എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ, എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ഭയങ്കര അഭിമാനം കേട്ടോ. എന്താ കാരണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കണ്ണടച്ചിട്ട്. ആ ആളെ, അതായത് നമ്മളിൽ ഏറ്റവും ഭംഗിയുള്ളതിനെ, ഏറ്റവും സുന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ, ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മൾ നിൽക്കുന്ന, ഏറ്റവും ഒരുപാട് ആളുകളുടെ ഇടയിൽ വലിയ വിജയം വരച്ച് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മനസ്സിലെങ്കിലും ആ ആളെ നോക്കിയിട്ട് നിങ്ങൾ പറയാം, എനിക്ക് നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനം ഉണ്ട് കേട്ടോ. എന്താ കാരണം എന്നുള്ള ഒരു കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കും. അതായത് ഒരുപാട് സ്ട്രഗിൾസ് കൂടെ അല്ലേടാ നീ പോകുന്നത്, എന്നിട്ട് നീ അതുവരെ എത്താൻ വേണ്ടി നീ പിടിച്ചു നിന്നില്ലേ, അതിനായിട്ട് നിനക്ക് നിന്റെ മനസ്സ് നീ അർപ്പിച്ചില്ലേ, നീ വളരാൻ വേണ്ടി നിന്റെ ഇത്രക്കും വലിയ സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീ എത്താൻ വേണ്ടിയിട്ട് നീ അത്രയും ക്ഷമയോടുകൂടി നീ കാത്തിരുന്നില്ലേ. ആ കാത്തിരുന്ന ആ ഒരു എന്നെ അതോർത്തിട്ടാണ് കേട്ടോ എനിക്ക് സന്തോഷവും അഭിമാനം. നിനക്ക് ഒരുപാട് നന്ദി പറയാണ് ഞാൻ. കാരണം എന്റെ ഈ സ്ട്രഗിളിനെ മൊത്തം മറികടക്കാൻ നീയുള്ള ക്ഷമ കാണിച്ചു. ഒരു കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നിട്ടും നീ ഗിവ് അപ്പ് ചെയ്തില്ലല്ലോ. നീ അതിനെ വിട്ടുകളയാതെ നിന്റെ സ്വപ്നത്തിനെ നീ തേടി പിടിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് നീ എന്നെ കൊണ്ട് എത്തിച്ചില്ലേ. എനിക്ക് പ്രൗഡാണ് കേട്ടോ എന്ന്. അതാണോ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിക്കുക. കരഞ്ഞ് തീരാത്ത അത്രക്കും വലിയ വിഷമഘട്ടങ്ങളിലൂടെ, ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന വേദനകളിലൂടെ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങളിലൂടെ, ഒരുപാട് കുറ്റബോധങ്ങൾ നഷ്ടബോധങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കണ്ണീര് നമ്മൾ മാത്രം, ദൈവം മാത്രം കണ്ടിരുന്നില്ലേ. ആ ഒരു അത്രയ്ക്കും സ്വന്തം ഒരു എഫേർട്ട് ഉണ്ടായില്ലേ അതിന്റെ പുറകില്. ആ ഒരു എഫേർട്ടിനെ നീ അത് എടുത്തില്ലേ, ആ ഒരു എഫേർട്ട് നീ എടുത്തില്ലേ, അതിന് ഞാൻ നിന്നോട് നന്ദി പറയണം. നിന്നോട് എനിക്ക് അഭിമാനം തോന്നാണെന്ന് പറയണം. അവസാനം വരെ വിജയം കാണുന്നത് വരെ നീ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയി സ്വയം മോട്ടിവേഷൻ കൊടുത്ത് എന്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി എന്റെ കൂടെ നിന്നില്ലേ.
അതിന് നമ്മൾ എന്താണ് നന്ദി പറയാണ് അല്ലെ? ഇത്ര വർഷം നമ്മൾ ജീവിച്ചു, ഈ ജീവിതം നമുക്ക് എന്തൊക്കെയാ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത്. വേണ്ട 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 എന്ന് വിചാരിച്ച ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് നമ്മുടെ നേരെ അപമാനമായിട്ടും പരിഹാസമായിട്ടും പ്രയാസമായിട്ടും പ്രതിസന്ധികളായിട്ടും ഒക്കെ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ള ലൈഫ് തന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവത്തിനും അപ്പുറം നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അത്രയ്ക്ക് ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അടുപ്പിച്ച് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാം, വളരെ അടുത്തേക്ക് ചെല്ലാം. കൈ രണ്ടും വിടർത്തി നിങ്ങളെ കാത്തിരിക്കുകയാണ് അവര്. ആ ഒരാള് നിങ്ങളുടെ മനസ്സുകൊണ്ട് കാണാം, നിങ്ങളുടെ രണ്ട് കൈ വിടർത്തിയിട്ട് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പുണർന്ന് അത് നമ്മളായിട്ട് മാറാണ്. നമ്മൾ വരാൻ പോകുന്ന നമ്മളുടെ ഇന്നർ കോറിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ എല്ലാം തരണം ചെയ്തിട്ടാണെങ്കിലും നമ്മൾ കണ്ട ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് എത്തുന്നു ഉറപ്പിച്ചുകൊണ്ട് അത് നമ്മളായിട്ട് അങ്ങോട്ട് മാറിയിട്ട് ഒന്ന് മനസ്സുകൊണ്ട് ഒരു ദീർഘനിശ്വാസം, ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യും. അതായത് ആ ശ്വാസത്തോടൊപ്പം നമ്മുടെ സ്വന്തം നമ്മൾ ആഗ്രഹിച്ച ആള് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകണം. എന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം, കണ്ണു തുറക്കാം. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും നമ്മളെ തടയുന്നില്ല. കാരണം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ സ്ഥലത്ത് എത്തിയതായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു ബോധ്യം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. അവിടെ ഇനി വരാൻ പോകുന്ന തടസ്സങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനെ നമ്മൾ മറികടക്കും, സിമ്പിളായിട്ട് മറികടക്കും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ സക്സസ്സിൽ എത്തിയത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നർ കോറിലെ നമ്മളിൽ നിന്നും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ അത് കറക്റ്റായിട്ട് നമ്മൾ ബോധ്യപ്പെടണം. എത്ര ദൂരം നമ്മൾ സഞ്ചരിക്കണം, എത്ര കുന്നും മലയും കയറണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് സമയം കൊണ്ടുപോകുന്നില്ല. പകരം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ പറയണം എന്ന് അല്ലെ. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 2 കാര്യങ്ങൾ അഫർമേഷൻ ആണ്. ഞാൻ ഇതാണ് എന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ ഒരിക്കലും നെഗറ്റീവില് നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറയാനോ പാടില്ല. ഒന്നും നെഗറ്റീവായിട്ട് പറയരുത്. ഞാൻ ഇതെന്തൊരു കഷ്ടമാണ്, ഇതെന്ത് മോശമാണ്, എന്തൊരു അവസ്ഥയാണ്, അങ്ങനത്തെ ഒന്നും നമ്മൾ പറയണ്ട. നമ്മൾ വരാൻ പോകുന്ന നമ്മളെ സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിക്കുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. അത് നമ്മളിലേക്ക് അടുത്ത് വരും എത്രയും പെട്ടെന്ന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം എവിടേക്ക് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾക്കൊരു വിഷ്വലൈസേഷൻ ഉണ്ട്. അടുത്തൊരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കറക്റ്റ് പോയിന്റ് ഉണ്ട്, ക്ലാരിറ്റി, മൈൻഡിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കണം. എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ്, എവിടെ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്. ഓക്കെ,